ഹായ് ഫ്രണ്ട്സ്, സബിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഈ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന, ഈ ഒരാഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട റിലീസുകൾ ഏതൊക്കെ എന്നുള്ളതാണ്. നമുക്ക് എത്ര സിനിമകൾ, ഏകദേശം 12ഓളം സിനിമകളാണ് പ്രധാനപ്പെട്ട സിനിമകളായ ഇന്ത്യൻ സിനിമകളായിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷ് സിനിമകളും അതുപോലെ തന്നെ വേറെ ഭാഷകളുള്ള സിനിമകളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്, കുറേ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഡബ്ല്യു വേഷനൊക്കെ വന്നിട്ടുണ്ട് കുറേ. ഞാൻ ഇന്നലത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സിനിമകളാണെന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പിന്നെ ഇന്ത്യൻ സിനിമകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, പ്രധാനപ്പെട്ട സിനിമകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ സിനിമ ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. പിണ്ടം എന്നാണ് സിനിമയുടെ പേര്. തെലുങ്ക് ഭാഷ ഇതിനു മുമ്പേ റിലീസ് ചെയ്തതായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലും റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് വന്നിട്ടുള്ളത്. അടുത്ത യോഗി ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയാണ്. ഇരുമ്പൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തത് പിന്നെ ഒരു തെലുങ്ക് മൂവിയാണ്, ഒരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയായിരുന്നു അഥർവ എന്ന് പറഞ്ഞ സിനിമ. ഈ തെലുങ്ക് ഭാഷ ഇതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ തമിഴ്, മലയാളം, കന്നഡ ഭാഷയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആമസോൺ പ്രൈമിൽ. അപ്പോൾ അടുത്തത് ഹൻസിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ മൂവിയാണ്. മൈ നെയിം ഈസ് ശ്രുതി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ തെലുങ്ക് പിന്നെ ഭാഷയിൽ ഇതിനു മുമ്പ് റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ തമിഴ് ഡബ്ഡ് വേഷം വന്നിട്ടുണ്ട് ആമസോൺ പ്രൈമിൽ. അപ്പോൾ ഈ സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഗുണ്ടൂർ കാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മഹേഷ് ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. കാട്ടേര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കന്നഡ ആക്ഷൻ മൂവിയാണ്. ദർശൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. C5 വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കന്നഡ ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പലരും കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ പേഴ്സണലായിട്ടും വാട്സപ്പിലൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് കാട്ടേരയുടെ ഡബ്ഡ് വേഷൻ ഉണ്ടാവും എന്നുള്ളത്, തമിഴ് ഡബ്ഡ് വേഷൻ ഉണ്ടാവും എന്നുള്ളത്. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് തമിഴിൽ നിന്നുള്ളൊരു സിനിമയാണ്. അയലാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശിവകാർത്തികൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സയൻസ് ഫിക്ഷൻ മൂവിയായിരുന്നു. സൺനെക്സിലാണ് ഈ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. ധനുഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ അഡ്വഞ്ചർ മൂവിയായിരുന്നു ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഹിന്ദി സിനിമയാണ്. ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. ഭക്ഷക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട്, ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് OTT റിലീസായിരുന്നു ഈ സിനിമ. അടുത്തത് പിന്നെ ഈ ഭക്ഷ എന്ന് പറഞ്ഞ സിനിമ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്ത സിനിമയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കണ്ട് റിവ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ആര്യ സീസൺ 3 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. രണ്ടാമത്തെ പാർട്ടാണ്, സീസൺ 3യുടെ രണ്ടാമത്തെ പാർട്ടാണ്. ഒരു ക്രൈം ഡ്രാമ സീരീസാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായി ഡിസ്ട്രിക്ട് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. സുസ്മിതാസെന്നായിരുന്നു ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു ഒരു ക്രൈം ഡ്രാമ സീരീസാണ്. ഒക്കെ ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ട്. ഈ സീരീസ് 3 സീസണും കണ്ടു തീർത്തു. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ലാൻഡ്രാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 3 കഥകൾ അടങ്ങിയ ഒരു ആന്തോളജി മൂവിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിമിഷ സച്ചിനൊക്കെ ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ C5 വഴി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ഇപ്പടിക്ക് കാതൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ, 12 സിനിമകളാണ് പ്രധാനപ്പെട്ട റിലീസുകളായിട്ടുള്ളത്. ഞാൻ എല്ലാ സിനിമകളും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ആയി പോകും, അതുകൊണ്ടാണ് എല്ലാ സിനിമകളും പറയാത്തത്. പിന്നെ അതുകൂടാതെ ഈ ഒരാഴ്ച പ്രധാനപ്പെട്ട അധികം സിനിമകളൊന്നും റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മലയാള സിനിമകളൊക്കെ കുറവായിരുന്നു ഈ ഒരാഴ്ച റിലീസ് ചെയ്തത്. മലയാള സിനിമ ഇല്ലാന്ന് തന്നെ പറയും ഈ ഒരാഴ്ച. അപ്പോൾ എൻ്റെ ഈ ലിസ്റ്റിൽ ഡീറ്റെയിൽ റിലീസ് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം 10-ാം തീയതി ആയിരുന്നു, 9-ാം തീയതി ആയിരുന്നു കൂടുതൽ റിലീസ് ഉണ്ടായിരുന്നത്. ഏകദേശം 10-25ഓളം റിലീസുകൾ 9-ാം തീയതി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കണ്ടു നോക്കുക. ഫുള്ള് ഡീറ്റെയിൽ ആ ഒരു വീഡിയോയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട സിനിമകൾ മാത്രമാണ്, സീരീസുകൾ, ഇന്ത്യൻ സിനിമകൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ലിസ്റ്റിലേക്ക് സിനിമകളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും